എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു നല്ല മുളകിട്ട മീൻകറിയാണ്. അപ്പോൾ ഇത് മത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ മത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ വെട്ടി നമുക്കിതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് എടുക്കാം. ഞാനിതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കൊച്ചുള്ളി എടുത്തു, പിന്നെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഒരു 2-3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് എല്ലാ കറിക്കും തക്കാളി കൂടുതൽ വേണം കേട്ടോ. പിന്നെ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻ നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ വരഞ്ഞു കൊടുത്താൽ നമുക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചോളും. ഇങ്ങനെ നമുക്ക് എല്ലാ മീനും ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ തക്കാളി ഇതൊക്കെ ഇട്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഉള്ളി ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒന്ന് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തക്കാളി ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ കുതിർത്ത് വെച്ച പുളിയില്ലേ, അതും കൂടി പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്കാവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്രയും കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മീനിട്ട് കൊടുക്കാം. നമുക്ക് ഈ മീൻ ഓരോന്ന് പെറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിതൊന്ന് ആദ്യം തന്നെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തത്. അങ്ങനെ നമ്മുടെ മുളകിട്ട മത്തിക്കറി ഇവിടെ തയ്യാറായി കേട്ടോ. ഇനി നമുക്ക് ഇത് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. ടാറ്റാ.